നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ജിലേബിയാണ്. നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണിത്. ഈ ജിലേബിക്ക് ഈ മഞ്ഞ കളർ ഉണ്ടാകാൻ കാരണം ഞാനിതിൽ ആർട്ടിഫിഷ്യൽ കളറിന് പകരം നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ജിലേബി ക്രിസ്പി അതേസമയം തന്നെ നല്ല ജ്യൂസി ആയി കിട്ടാനായിട്ട് ഒരു പ്രത്യേക ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്സിൽ കൂടിയാണ് നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഇതിനുള്ള ബാറ്റർ ഉണ്ടാക്കും, പിന്നെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കും, പിന്നെ ജിലേബി ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ജിലേബി ഇട്ട് സോക്ക് ചെയ്തെടുക്കും. ആദ്യം തന്നെ നമുക്കിതിനുള്ള മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഉഴുന്ന്, അതായത് 120 ഗ്രാം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് ഒരു 3-4 തവണ കഴുകി എടുക്കണം. എന്നിട്ടിത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ 4 മണിക്കൂർ ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അരയ്ക്കാം. അപ്പോൾ വേഗത്തിൽ അരഞ്ഞു കിട്ടും. നമുക്കിതൊരു 2 തവണയായിട്ട് അരച്ചാൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്ത് അരച്ചെടുക്കുക. ഇനി ആവശ്യം വരുവാണെങ്കിൽ മാത്രം ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കിയുള്ള ഉഴുന്നും ഇതേപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഉഴുന്ന് അരയ്ക്കുന്ന സമയത്തും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിൽ മിക്സ് ആയിക്കോളൂ. ഇനി നമുക്കിതൊരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് എയർ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുത്തെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് എയർ കയറിയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മടിക്കേണ്ട. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തൊന്നും ഇതിനുണ്ടാവില്ല. പിന്നെ നമുക്കറിയാം മഞ്ഞൾപ്പൊടി നല്ല ഔഷധ ഗുണമുള്ളതാണ്. ആന്റിവൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഇനി നിങ്ങൾക്ക് നല്ല ചുവപ്പ് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുത്തു. ശരിക്കും ജിലേബിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു തുണിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ പാല് മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്താലും മതി. അതൊരു കപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ബാറ്റർ നിറയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഏകദേശം 1.25 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയും പഞ്ചസാര തന്നെ വേണം. അപ്പോഴാണ് നമ്മുടെ ജിലേബി ഷുഗർ സിറപ്പ് നന്നായിട്ട് മുങ്ങി ആ സിറപ്പൊക്കെ നന്നായിട്ട് അതിലേക്ക് അബ്സോർബ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക വേണം. 4-5 ഏലക്ക എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഇതൊരു സോസ് പാനിലേക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ചൂടുകട്ടി കുറഞ്ഞ ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. സാധാരണ ഒരു സോസ് പാൻ മതി. കാരണം നമ്മൾ ചൂടുകട്ടിയുള്ള പാത്രം എടുത്താൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ പാത്രത്തിൽ കുറേ നേരം ആ ചൂട് റിട്ടേൺ ചെയ്യും. അപ്പോൾ സിറപ്പിൻ്റെ പാകം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടികട്ടി കുറവുള്ള ഒരു പാത്രം തന്നെ എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കാരണം സിറപ്പ് ഉണ്ടാക്കി അത് തണുത്ത് കഴിയുമ്പോൾ ക്രിസ്റ്റലായി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പഞ്ചസാരയുടെ പകുതി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പഞ്ചസാര മുഴുവൻ ഇതിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഇത് മെൽറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത്. പാത്രം ഒന്ന് ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി.
ഈ ജിലേബി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സിറപ്പിന്റെ ആവശ്യമുള്ള പാകം എന്ന് പറയുന്നത് ഒരു ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ്. അതായത് അത് ഒറ്റനൂൽ പരുവം എത്തുന്നതിന് മുമ്പുള്ള ഒരു പാകമാണ്. അപ്പം അത് ചെക്ക് ചെയ്യാനായിട്ട് ഈ സ്പൂണിലൊന്ന് സിറപ്പാക്കിയിട്ട് ഒന്ന് ഊതുക. ആ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ വിരലിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. ഇപ്പോൾ ഇതിന് ഒട്ടലൊന്നും തോന്നുന്നില്ല. വീണ്ടും നമുക്ക് ചൂടാക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ചെറിയൊരു ഒട്ടൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. വീണ്ടും കുറച്ച് നേരം കൂടി നമുക്ക് ചൂടാക്കി കൊടുക്കാം. ഇപ്പം നോക്കുമ്പോൾ ഈ സിറപ്പ് ഇങ്ങനെ നൂല് പോലെ വന്നിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു സ്റ്റേജ് ആണെന്ന് കണ്ടോ. ഇതാണ് ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ജിലേബിക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ സിറപ്പ് തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് വിട്ടുപോയി. ഇനി നമുക്കിത് ഈ സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് അവിടെ നിന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ജിലേബി ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വിസ്താരമുള്ള വക്ക് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ഫ്രൈങ് പാൻ എടുക്കുമായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഈ പാൻ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് മതി കേട്ടോ. 1 ഇഞ്ച് ഹൈറ്റിലും കൂടുതലായിട്ട് എണ്ണ ഒഴിക്കരുത്. ഇനി ഈ ബാഗിന്റെ അരികിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. വലിയ ഹോളായി പോയാൽ ജിലേബി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ഞാൻ പൈപ്പിംഗ് ബാഗിലും മാവ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒത്തിരി ചൂടാവരുത്, ഒരു മീഡിയം ചൂടാകാൻ പാടുള്ളൂ. ഇങ്ങനെ കൈപിടിച്ച് നോക്കുമ്പോൾ എണ്ണയുടെ ചൂട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം മാവിട്ട് കൊടുക്കുമ്പോൾ ഇത് സാവധാനം മുകളിലേക്ക് പൊങ്ങി ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് അത് മുകളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണയുടെ ചൂട് വളരെ കൂടുതലാണെന്നാണ്. ഇനി നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ ഒരു വലിയ വട്ടം ഉണ്ടാക്കാം. അതിന് മുകളിലായിട്ട് ചെറിയ ചെറിയ വട്ടങ്ങൾ ഉണ്ടാക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട, സാവധാനം അത് ശരിയായിക്കോളും. ഇനി നമുക്ക് ഈ മീഡിയം ചൂടിൽ തന്നെ നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ആദ്യമൊക്കെ ജിലേബി ഉണ്ടാക്കിയിരുന്നപ്പോൾ അത് ഒത്തിരി ക്രിസ്പി ആക്കാറില്ലായിരുന്നു. കാരണം ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് കയറില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ജിലേബി നന്നായിട്ട് ക്രിസ്പി ആകാത്തതുകൊണ്ട് ഉഴുന്നിന്റെ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ ഇവർ പറയുമായിരുന്നു ഉഴുന്നുവട പഞ്ചസാര കൂട്ടി കഴിക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പം ഇവർക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ജിലേബിയേക്കാളും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഈ ജിലേബിയാണ്. അപ്പോൾ അതിനൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങും. ഇത് നമ്മളിങ്ങനെ തട്ടി നോക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗം പൊള്ളയായ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പം ഇതിന്റെ രണ്ട് വശവും അതിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ മാറി നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് ഇതിൽ കൂടുതലായിട്ടുള്ള എണ്ണ കുടഞ്ഞു കളഞ്ഞ ശേഷം വേഗം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇത് മുക്കി വെക്കുക. ഇത് അല്പം പോലും തണുക്കാനായിട്ട് അനുവദിക്കരുത്. ഇതേ ചൂടിൽ തന്നെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇത് മുക്കി വെക്കുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് അബ്സോർബ് ആയിക്കൊള്ളും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടെക്നിക്ക്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേ സമയം തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഷുഗർ സിറപ്പിന് നേരിയൊരു ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 3 മിനിറ്റ് ഒക്കെ മുക്കി വെച്ചാൽ മതി. ഇപ്പോഴേക്ക് ഈ സിറപ്പ് ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഈ സിറപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഇത്. നമ്മൾ മലയാളികളാണ് ജിലേബി എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്ത് ഇതിന് ജാംഗ്രി എന്നാണ് പറയുന്നത്. അവർ ജിലേബി എന്ന് ഉദ്ദേശിക്കുന്നത് മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വീറ്റിനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ജിലേബിയേക്കാളും കൂടുതൽ ഇഷ്ടമാകുന്നത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ജിലേബി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.